ബ്രഹ്മനിൽ നിന്നാര്യവേദത്തെ മോഷ്ടിച്ചങ്ങുഗ്രൻ ഹയഗ്രീവൻ അന്നൊരു നാൾ മത്സ്യമായി മാറിക്കൊണ്ട ദൈത്യചോരനെ ചാലേ വധിച്ചു ശ്രീനാരായണൻ. വേദത്തെ വീണ്ടെടുത്തച്യുതൻ പിന്നെയ വാരിധി തന്നിലായി ലാലസിച്ചു. സത്യവ്രതനെയും സപ്തർഷിമാരെയും പാരം പരിരക്ഷ ചെയ്തു വിഷ്ണു. പാലാഴി തന്നിലായാണ്ടൊരു അദ്രിയെ മന്ധരത്തെ പാരം താങ്ങിടാനായി കൂർമ്മമായി കേശവൻ കാശിച്ചങ്ങാഴിയിൽ ശ്രീധരൻ ശ്രീപതി ശ്രീനിവാസൻ. പാൽക്കടൽ നന്നായി കടഞ്ഞമൃതാർജിച്ചു ദേവാസുരന്മാർ നലമോടപ്പോൾ കൂർമ്മമായി നിന്നൊരു കാർവർണദേവന്റെ കാരുണ്യത്താലതു സാധ്യമായി. ആഴ്ത്തി ധരയെ രസാതലത്തേക്കൊന്നു ദൈത്യൻ ഹിരണ്യാക്ഷൻ ഗർവിനാലേ സൂകരമായി മാറി ഉദ്ധരിച്ചുർവിയെ ഉത്തമൻ ശ്രീഹരി പത്മനാഭൻ. പണ്ടു ഹിരണ്യകശിപുവധത്തിനായി ഘോര നരസിംഹരൂപിയായി മാറി മുകുന്ദൻ ആ ഭക്തപ്രഹ്ലാദൻ തൻ ഭക്തിയിൽ തുഷ്ടനായി മേവി വാണു. വാമനനായ അവതാരമെടുത്താര്യൻ അച്യുതൻ അന്തണരൂപമാർന്നു. ദൈത്യേന്ദ്രനാം ബലിരാജനവനുടെ ദർപ്പത്തെ നീക്കി സുതലമേകി. വെൺമഴുവേന്തി പരശുരാമനായി പാരിലവതരിച്ചുത്പലാക്ഷൻ. ക്ഷത്രിയ ഗർവത്തെ ക്ഷിപ്രം മുടിച്ചവൻ ഇക്ഷിതിയെ പാരം രക്ഷ ചെയ്തു. രാവണ നിഗ്രഹം ചെയ്തിടാൻ പാരിലാൻ ശ്രീരാമനായി ജഗന്നാഥനീശൻ. ചാലവേ വന്നു പിറന്നു ദശരഥ പുത്രനായി പൂജ്യനാം നാരായണൻ. കൃഷ്ണ സോദരൻ ബലരാമനായി വിഷ്ണു കൃഷ്ണാവതാരത്തെ പൂണ്ടു. പിന്നെ സോദരരായവർ ആടി പലലീല പാരിനാനന്ദത്തേകി പാരം. അശ്വാരൂഢൻ കൽക്കിയായി വന്നണഞ്ഞിടും ഇക്കലി കാലാന്തേ വാസുദേവൻ. വർദ്ധിച്ച വൻകളി